ഒരുപാട് ശല്യക്കാരായ കാട്ടാനകൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ മയക്ക് വെടിവെച്ച് പിടികൂടിയിട്ടുണ്ട്. എന്നാൽ ഇവർക്കൊന്നും ഇല്ലാത്ത ഒരു ആരാധക വൃന്ദമുള്ള കാട്ടാനയാണ് ഈ അരിക്കൊമ്പൻ. കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസമാണ് ചിന്നക്കനാലിലെ ഈ അരിക്കൊമ്പൻ എന്ന കാട്ടാനെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയത്. വലിയ വാർത്തയായിരുന്നു. മണിക്കൂറുകൾ നീണ്ടുപോയ ദൗത്യത്തിനൊടുവിലാണ് അരിക്കൊമ്പൻ മയക്കുവെടിക്ക് കീഴടങ്ങിയത്. ജനിച്ച മണ്ണിൽ പിടിച്ചു നിൽക്കാൻ അരിക്കൊമ്പൻ അടവുകൾ പലതു പയറ്റിയ ദിനമാണിന്ന്. വിക്രം, സൂര്യൻ, കുഞ്ചു, സാക്ഷാൽ കോന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളിട്ട കൂച്ചുവിലങ്ങ് ഭേദിക്കാൻ അരിക്കൊമ്പന് കഴിഞ്ഞില്ല. അഞ്ചു മയക്കുവെടികൾ കൊണ്ട അരിക്കൊമ്പൻ അങ്ങനെ പുതിയ ആവാസ മേഖലയിലേക്ക്. ഇനിയാണ് സിനിമയെ വെല്ലുന്ന കഥകളുടെ തുടക്കം. പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ ആഴ്ചകൾക്കുള്ളിൽ കുമളിയിലെ ജനവാസ മേഖലയ്ക്കടുത്തെത്തി. അവിടെ നിന്നും പിന്നീട് തമിഴ്നാട്ടിലെ മേഘമലയിലും കമ്പത്തും. കമ്പം ടൗണിലൂടെ വിരണ്ടോടുന്നതിനിടെ ആന തട്ടിയിട്ട ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഇതോടെ തമിഴ്നാട് വനംവകുപ്പ് കൊമ്പനെ രണ്ടാം തവണ മയക്കുവെടി വെച്ച് പിടികൂടി. കളക്കാട് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിലേക്ക് പിന്നീട് എത്തിച്ചു. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി വനത്തിൽ വിലസുന്നുണ്ടെന്നാണ് തമിഴ്നാട് വനം വകുപ്പ് പറയുന്നത്. അരിക്കൊമ്പൻ മാറിയതോടെ ചക്കക്കൊമ്പനും മുറിവാലനും കാട്ടാനക്കൂട്ടവും ഒക്കെ ചിന്നക്കനാലിൽ കളം പിടിച്ചു. പിന്നെ ആനയെ കൊണ്ടിപ്പോൾ ഞങ്ങൾക്കിപ്പം ഒരു വീട്ടിലേക്ക് പോലും പോകാൻ പല സാഹചര്യമാണ്. രാത്രികാലത്ത് ഞങ്ങൾ ജീവനും സ്വത്തും ഞങ്ങൾ പണയം വെച്ചാണ് ഇപ്പം ജീവിക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് അരിക്കൊമ്പൻ ഫാൻസുകാർക്ക് അറിയത്തില്ലല്ലോ. സത്യത്തിൽ പറഞ്ഞ അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നതിലുപരി ഇവിടെ ഇതിനെന്തേലും അതിന് വേണ്ട ഭക്ഷണങ്ങളോ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരൊരു ഫാൻസ് കൂടി കുറേ പൈസ ഇങ്ങനെ അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ പാസാക്കിയ നിയമങ്ങൾ അസാധുവാക്കത്തക്ക വിധത്തിൽ പരിസ്ഥിതിവാദികളുടെയും മൃഗസ്നേഹികളുടെയും സംഘടനകൾ കോടതിയെ പോലും സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അരി തേടിയിറങ്ങി വീടും റേഷൻ കടയും കെട്ടിടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ നശിപ്പിച്ച കാട്ടാന. ചിന്നക്കനാലിൻ്റെ പേടി സ്വപ്നമായിരുന്ന അരിക്കൊമ്പൻ ഇവിടെ നിന്നും പിടികൂടി കാട് കടത്തിയതിന് പിന്നിലെ കാരണം അതായിരുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രം തീരുന്നതായിരുന്നില്ല ചിന്നക്കനാലിലെ ആന കഥ. സുനിലിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.